ആഹാ, എങ്ങോട്ടാ മോളെ രാവിലെ? ഹലോ, നിന്റെ അമ്മയമ്മ കെട്ടിക്കാൻ വരുന്നോ? നീ മറന്നോ? ഇന്നല്ലേ ഞാൻ വിയെ കാണാൻ പോണെന്ന് പറഞ്ഞു. വിയല്ലേ മോളെ, വിയേട്ടൻ. ഓ ഇവാൻ, നീ ഒന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് പോവണ്ടേ. വാ ഒന്ന് വേഗം. ആരാ? ഹായ് ആൻറ്റി, ഞാൻ കുക്കി. അറിയില്ലേ എന്നെ? ഓ, കൂക്കി. ഓ, ആ കൂക്കി. മനസ്സിലായി. വാ, കേറി വാ. ഇതാരായി കൂടെ ഉള്ളത്? നിങ്ങൾ വന്നവിടെ നിൽക്കാതെ ഇരിക്കുക കേട്ടോ. ഇരിക്കൂടെ. ഞാൻ ഹോബി, ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞങ്ങൾ ഒരുമിച്ചാ. അവളെ, വീ ഇവിടെ ഇല്ലല്ലോ. മക്കള് വീണെ കാണാൻ വന്നതാണോ? ആഹാ, ബെസ്റ്റ്. അവൻ പുറത്ത് വരാൻ പോയേക്കുവാ. ഇപ്പോൾ വരുമായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. അവനൊരു 5 മിനിറ്റിനുള്ളിൽ വരും. ആൻറ്റി, ഞാൻ വന്നു. വാതിലോർക്ക്. നീ വന്നോ? വേഗം വാ. നിങ്ങളെന്താ ഇവിടെ? എൻ്റെ വീട്ടിൽ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വേറൊന്നുമല്ല, ഇവളുടെ ഓരോ വട്ട്. നിങ്ങളെന്തോ ബുക്കിൻ്റെ കാര്യം പറഞ്ഞെന്നോ, അതേതാണ്ട് ബുക്ക്, അതിൻ്റെ കഥയെല്ലാം അറിയണമെന്നോ. മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനാ ഇവളുടെ ഓരോ ഭ്രാന്ത്. രാവിലെ എൻ്റെ വീട്ടിൽ വരണമെന്നും നിന്നെ കണ്ട് സംസാരിക്കണമെന്നും. ഞാൻ പറഞ്ഞത് അതൊന്നും വലിയ കാര്യമുള്ള കാര്യം. ഇവളുടെ വട്ടിന് കൂട്ടുനിൽക്കലാണ് ഇപ്പം എൻ്റെ മെയിൻ പരിപാടി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹോബി? അത് ആ ബുക്കിനെ പറ്റി താൻ പറഞ്ഞില്ലേ, എൻ്റെ ബർത്ത് മാർക്കുള്ളത്. അത് അതെന്താ? ആ സ്റ്റോറി ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെ ആ ബുക്ക് കാണിച്ചാലും മതി. അതിവിടെ ഉണ്ടോ? ആ ബുക്കോ? ആ ബുക്ക് എനിക്ക് ലൈബ്രറിയിൽ നിന്ന് യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു ബുക്കാണ്. അത് ഞാൻ നോട്ടീസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വേറെ കോപ്പിയില്ല. പിന്നെ അത് കംപ്ലീറ്റഡും അല്ല. അത് പാതി വെച്ച് പിന്നെ അത് എഴുതിയതാരാ എന്നൊന്നും അറിയില്ല. പിന്നെ ആ ബർത്ത് മാർക്ക്, അത് കാരണമാണ് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു ഫ്രിക്ഷനായിട്ട് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. തനിക്ക് വേണ്ടി ഞാൻ ആ കഥ പറഞ്ഞ് നോക്കട്ടെ. ആ ബുക്ക് ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്, ഒന്ന് എടുത്തിട്ട് വരാം. ഇതാണ് ആ ബുക്ക്. കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ബുക്ക്. ഈ ബുക്കിൽ പറയുന്നത് വെയർവോൾഫ്, വാമ്പയേഴ്സ്, ഡീമൻസ്, ഈ 3 പേരുടെ കഥയാണ്. ഈ 3 പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് തനിക്കിത് വിശ്വാസമാവുമെന്നറിയില്ല. കണ്ടു, കുട്ടി അങ്ങനെ തന്നെ പറഞ്ഞു. നമുക്കിത് വിശ്വാസമാവുകയാണ്. നമുക്ക് പോയാലോ? അവന് പിന്നെ ഒരു വിശ്വാസമില്ല. ഈ ഇമ്പ്രസ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ നല്ല വിശ്വാസമുള്ള സ്റ്റോറി പറയണം കേട്ടോ. ഹോബി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറെ നേരമായി നീ. അപ്പം ഞാൻ സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയാലും ചോദിക്കരുത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞേ നിങ്ങളെ ചോദിക്കാവുള്ളൂ. കേട്ടല്ലോ? ചേട്ടാ, ഇവനിത് എന്ത് ചോടയാൻ നോക്കിയിട്ട് കേൾക്കാൻ ആളിരിക്കുന്നതിൻ്റെ അഹങ്കാരം. ഇതെന്താ നീ കാണണോ കൂക്കി? ഈ കഥ നടക്കുന്നത് നമ്മുടെ ഭൂമിയിലല്ല, വേറൊരു റെലത്തിലാണ്. ആ റെലത്തിൽ വാമ്പയേഴ്സ്, ഡീമൻസ്, വെയർവോൾഫ്, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഈ കഥ പറയുന്നത് മോസ്റ്റ് പവർഫുൾ ഡീമൻ കിങ്ങിൻ്റെയും മോസ്റ്റ് പവർഫുൾ വെയർവോൾഫ് ക്യൂനിൻ്റെയും കഥയാണ്. അവരുടെ മകളുടെ കഥയാണ്. ദ മോസ്റ്റ് പവർഫുൾ ഡീമൻ കിങ്ങും ദ മോസ്റ്റ് പവർഫുൾ ഡീമൻ ക്യൂനും കണ്ടുമുട്ടുന്നത് ഒരു ഫുൾ മൂൺ ഡേ ആണ്. വെയർവോൾഫ്സ് മനുഷ്യരൂപത്തിൽ നിന്നും സ്വന്തം രൂപത്തിലേക്ക് പൂർണ്ണമായി മാറുന്ന ദിവസം. അന്നാണ് അവർ കണ്ടുമുട്ടുന്നത്. പതിയെ അവരുടെ ബന്ധം വളർന്നു. അവർ വിവാഹിതരുമായി. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് ലൂണ എന്ന പേരും അവർ നൽകി. അങ്ങനെ സന്തോഷമായി അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലൂണയിൽ വന്ന മാറ്റം അവളുടെ അമ്മ ശ്രദ്ധിച്ചത്. അവൾക്ക് ചുറ്റും ഒരു ഡാർക്ക്നെസ്, വെയർവോൾഫുകൾക്കില്ലാത്തൊരു പവർ അവൾക്കുണ്ടെന്ന്. അപ്പോൾ അത് ദ കിങ് ഓഫ്
ഡെയ്മൻ സ്റ്റെഫനോട് ദ ക്യൂൻ ഓഫ് വെയർവോൾഫ് കാതറിൻ അവളതെല്ലാം പറയുന്നു. അപ്പോഴാണ് സ്റ്റെഫൻ സത്യങ്ങളെല്ലാം അവളോട് പറയുന്നത്. താനൊരു വെയർവോൾഫ് അല്ല എന്നും ഡീമൻസിൻ്റെ കിങ് ആണെന്നും ദ മോസ്റ്റ് പവർഫുൾ ഡീമൻ ആണെന്നും വെയർവോൾഫുകളുടെ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണെന്നും അവളതറിഞ്ഞപ്പം ആകെ തളർന്നുപോയി. അവൾ ഉടനെ തന്നെ അവിടെയുള്ള ഫിലോസഫറിൻ്റെ അടുത്ത് ചെന്നു. ഫിലോസഫർ അവളോട് പറഞ്ഞു, ഈ കുഞ്ഞ് നിന്റെ വംശത്തിന് തന്നെ നാശം വിതയ്ക്കാനായിട്ട് വന്നവളാണ്. ഇവളുടെ മരണം മാത്രമാണ് ഇനി ഒരു പരിഹാരമെന്ന്. ഇവൾക്ക് വെയർവോൾഫുകളുടെ മാത്രം ശക്തിയല്ല, ഇവൾക്ക് ഡീമൻസ് വെയർവോൾഫ് ഇതിൻ്റെ 2 പേരുടെയും ശക്തി ഒരുമിച്ച് ചേർന്നതാണ്. അവളൊരു ഡീമൻ വെയർവോൾഫാണ്. പക്ഷെ കാതറിന് ഒരിക്കലും തൻ്റെ മകളെ കൊല്ലാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഫിലോസഫറിനോട് മറ്റെന്തെങ്കിലും വഴി ചോദിക്കാൻ വേണ്ടി ചോദിച്ചു. വേറെ എന്തെങ്കിലും വഴിയിലൂടെ തൻ്റെ മകളെ രക്ഷിക്കണമെന്നും തൻ്റെ മകളെ തനിക്ക് കൊല്ലാനാവില്ലെന്നും ഫിലോസഫറിനോട് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു. അപ്പോൾ ഫിലോസഫർ അവളോട് പറഞ്ഞു, നീ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. ക്യൂൻ ഓഫ് വെയർവോൾഫ് കാതറിനായിട്ട് നീ ചിന്തിക്കുക. അല്ലെങ്കിൽ നിൻ്റെ മകൾ നിൻ്റെ വംശത്തിന് തന്നെ നാശം വിതയ്ക്കും. നിൻ്റെ വംശത്തിൻ്റെ നാശമാവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ഇതൊന്നും കാതറിന് ഉൾക്കൊള്ളാവുന്ന കാര്യമായിരുന്നില്ല. കാരണം സ്വന്തം മകളെ ഇല്ലാതാക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല എന്ന സത്യം അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ഫിലോസഫറിനോട് ചോദിച്ചു, ഏതെങ്കിലും വഴിയിലൂടെ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്ന്. ഒടുവിൽ അദ്ദേഹം ഒരു വഴി കണ്ടുപിടി. അദ്ദേഹം പറഞ്ഞു, ഇവളെ ഭൂമിയിലേക്ക് അയക്കുക. അവിടെ അവളുടെ ഒരു ശക്തികളും അവൾക്ക് കിട്ടില്ല. അവൾ സാധാരണ ഒരു മനുഷ്യനായി അവിടെ ജീവിക്കും. പക്ഷെ ഒന്നോർക്കുക, അവൾ എന്ന് അവളുടെ ശക്തികൾ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു, അന്ന് അവൾ ഈ കമ്മ്യൂണിറ്റിയെ തന്നെ നശിപ്പിക്കും, ദ വെയർവോൾഫ്. പിന്നെ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാതറിൻ, അവൾ വെറും ഒരു വെയർവോൾഫ് അല്ല, അവൾ ഡീമൻ വെയർവോൾഫാണ്. ദ മോസ്റ്റ് പവർഫുൾ ഡീമൻ കിങ്ങിൻ്റെയും ദ മോസ്റ്റ് പവർഫുൾ വെയർവോൾഫ് ക്യൂണിൻ്റെയും മകളാണ് അവൾ. അവൾ വെറുമൊരു വോൾഫോ ഡെയ്മനോ അല്ല, അവൾ ദ ക്യൂൻ ഓഫ് ഡീമൻ വോൾഫാണ്. അവളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നീ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. പക്ഷെ കാതറിന് വേറൊരു വഴിയില്ലായിരുന്നു. കാരണം അവൾക്ക് അവളുടെ മകളുടെ ജീവൻ രക്ഷിക്കണമായിരുന്നു. അതുകൊണ്ട് അവൾ ആ വഴി സ്വീകരിച്ചു. അവർ ഭൂമിയിലേക്ക് അവരുടെ മകളെ തനിച്ചയക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഫിലോസഫർ പറഞ്ഞു, അത് തനിയെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ആ ഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ നിൻ്റെ ശക്തികളും നിൻ്റെ ഓർമ്മകളും നിന്നിൽ നിന്ന് പോകും. അവൾക്കും അവളുടെ ഓർമ്മകൾ കാണില്ല. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നീ ഇതെല്ലാം ഓർത്തു വയ്ക്കുക. പിന്നെ ഓർക്കുക, അവൾ എന്ന് അവളുടെ ശക്തികൾ തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തുന്നു, അന്ന് ഈ വംശത്തിൻ്റെ നാശമായിരിക്കും. അങ്ങനെ അവർ ഭൂമിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. തൻ്റെ മകൾക്ക് കൂട്ടായി അവളുടെ കൂടെ എന്നും കൂട്ടായിരുന്ന അവളുടെ കളിക്കൂട്ടുകാരൻ പീറ്ററിനെയും അയച്ചു. അങ്ങനെ അവർ 3 പേരും കൂടെ ഭൂമിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. എന്നിട്ടെന്തായി? ആഹാ, വണ്ടർഫുൾ കഥ. ഒന്ന് കൈവിട്ട്. ഇതിൻ്റെ ബാക്കി എനിക്കും അറിയില്ല. ഈ ബുക്കിൽ ഇത്രയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കംപ്ലീറ്റഡ് അല്ല. ഇതിനെ പറ്റി അറിയാൻ ഇതാരെ എഴുതിയതെന്നും അറിയില്ല. വേറെ കുറേ ഇതൊക്കെ സത്യമാണ് നിനക്ക് തോന്നുന്നു. അല്ലാതെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് പൊറോട്ട അതെ, ഈ സ്റ്റോറി കേട്ടപ്പം എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീല് പോലെ, ഇതിനെപ്പറ്റി അറിയാനൊരാഗ്രഹം പോലെ. ഇത് ഇപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്നാലും എനിക്കെന്തോ ഇത് അറിയണമെന്നൊരാഗ്രഹവും തോന്നുന്നുണ്ട്. അടുത്ത ആള് ഹോബി,
ഞാൻ മലയാളത്തിലാണ് നിന്നോട് പറയുന്നൊന്ന് മിണ്ടാതിരിക്കും. ഞാനിതൊന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. അത് ഞങ്ങൾ പിന്നെ വരാവേ. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ആൻറ്റി, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ആ മക്കളെ, പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ആൻറ്റിയുടെ അടുത്തോട്ട് വരാട്ടോ. വി എങ്ങനെ കാണുന്നു അതുപോലെ മക്കളും എന്നെ കണ്ടാൽ മതി. വിക്ക് ആരുമില്ലാത്തതും ഞാൻ എൻ്റെ മോനെ പോലെ അവനെ നോക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ കാണും. എന്താവശ്യത്തിനും ഈ ആൻറ്റി കാണും. ഇങ്ങോട്ട് പോരെ കേട്ടോ. എന്നാ ആൻറ്റി, ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. കുക്കി, നീ അവൻ പറഞ്ഞെല്ലാം വിശ്വസിച്ച് ഇപ്പോഴും ഇരിക്കുവാണോ? നീ എന്ത് അങ്ങനല്ല ഹോബി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണുന്ന സ്വപ്നം ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പം എന്തൊക്കെയോ എനിക്ക് നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നേ? ആ സ്വപ്നവും ഇതുമായിട്ട് എന്താ ബന്ധം? നീ എന്തേലും ചെയ്യും, ഞാനിപ്പോൾ എന്ത് പറയാനല്ലാതെ. പിന്നെ ഇവനേതാ? എടോ, താനേതാ? അവളുടെ കയ്യിൽ നിന്ന് വിട്ടേ നീ.